കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. മലയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ശിഷ്യന്മാർ അവനോട് ചോദിച്ചു, ആദ്യം ഏലിയ വരണമെന്ന് നിയമജ്ഞർ പറയുന്നത് എന്തുകൊണ്ട്? അവൻ പറഞ്ഞു, ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഏലിയ വന്നു കഴിഞ്ഞു, എങ്കിലും അവർ അവനെ മനസ്സിലാക്കിയില്ല. തങ്ങൾക്കിഷ്ടമുള്ളതെല്ലാം അവർ അവനോട് ചെയ്തു. അതുപോലെ മനുഷ്യപുത്രനും അവരിൽ നിന്ന് പീഡകളേൽക്കാൻ പോകുന്നു. സ്നാപക യോഹന്നാനെ പറ്റിയാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായി. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിലെത്രയും സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ അവിടെ കാണുന്നത് കർത്താവിൻ്റെ രൂപാന്തരീകരണമാണ്. മലയിൽ വെച്ച് കർത്താവ് രൂപാന്തരീകരണം സംഭവിക്കുമ്പോൾ മോശയും ഏലിയായും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന സംഭവം പത്രോസും യോഹന്നാനും യാക്കോബും കാണുകയുണ്ടായി. അവിടെ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതിനെല്ലാം ശേഷമാണ് ഈ മലയിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊരു സംശയം ശിഷ്യന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് ഈ ശിഷ്യന്മാർ അവനോട് പറഞ്ഞതാണ്. കാരണം ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയായിക്കും. അതിനെല്ലാം ശേഷം മലയിൽ നിന്നും അവർ ഇറങ്ങിപ്പോരുമ്പോൾ അവൻ പറയുന്നുണ്ട്, ഇത് ഒരിക്കലും നിങ്ങൾ ആരോടും ഈ ദർശനത്തെക്കുറിച്ച് പറയരുത്. അതിനെല്ലാം ശേഷം ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ആ ഒരു സംശയം എന്തായിരിക്കും? ഈ നിയമജ്ഞർ പറയുന്നത് ഏലിയ ആദ്യം വരണമെന്ന്. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിൽ ഏലിയ പ്രവാചകൻ എപ്രകാരമാണോ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചത്, അതുപോലെ ഒരു ഏലിയ കടന്നു വരുമെന്ന് മലാക്കി പ്രവാചകൻ പറയുന്നുണ്ട്. രക്ഷകൻ കടന്നു വരുന്ന ആ വേളയിൽ, രക്ഷകൻ്റെ വരവിൽ അവന് മുമ്പേ ഏലിയ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരുവാൻ വേണ്ടി, രക്ഷകനെ ചൂണ്ടിക്കാണിച്ചു തരുവാൻ വേണ്ടി നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരും എന്ന ഒരു പ്രവചനം മലാക്കി പ്രവാചകൻ വഴി നൽകപ്പെട്ടിട്ടുണ്ട്. പഴയ നിയമ പുസ്തകങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാമായിരുന്ന നിയമജ്ഞർ എപ്പോഴും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുമായിരുന്നു. തീർച്ചയായും നമ്മുടെ രക്ഷകൻ കടന്നു വരുന്നതിന് മുമ്പ് ഏലിയ പ്രവാചകൻ കടന്നു വരും. എന്നാൽ ഏലിയ പ്രവാചകനെ പോലെ തന്നെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്നാപക യോഹന്നാനാണ് ആ ഏലിയ എന്ന് അവർക്ക് തിരിച്ചറിയുവാൻ സാധിച്ചില്ല. രൂപത്തിലും ഭാവത്തിലുമെല്ലാം ഏലിയ പ്രവാചകനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ജനങ്ങൾ സ്നാപക യോഹന്നാനിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നത്. സ്നാപക യോഹന്നാനെ ഒരു പ്രവാചകനായി ജനങ്ങൾ കണക്കാക്കുന്നത് പോലും അവൻ്റെ ആ രൂപസാദൃശ്യമായിരുന്നു. അങ്ങനെ ജനങ്ങൾക്ക് അവനെ മനസ്സിലാക്കുവാൻ സാധിച്ചു. പക്ഷേ ദൈവം പഠിച്ചിരുന്ന നിയമജ്ഞർക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല. അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എങ്കിൽ പോലും അവർ അത് മനസ്സിലാക്കിയതായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കുന്നില്ല എന്നതാണ് സത്യം. പ്രിയമുള്ളവരെ, ഏലിയ പ്രവാചകനെക്കുറിച്ചും യേശുവിൻ എങ്ങനെയാണ് ഏലിയ പ്രവാചകൻ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചതിനെക്കുറിച്ചുമെല്ലാം ഈ നിയമജ്ഞർ കൃത്യമായി പഠിച്ചിട്ടുള്ള വ്യക്തികളാണ്. പക്ഷേ സ്നാപക യോഹന്നാൻ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നപ്പോൾ ഇവനിൽ ഏലിയായുണ്ടെന്നും ഏലിയായാണ് സ്നാപക യോഹന്നാൻ എന്നും തിരിച്ചറിയുവാൻ നിയമജ്ഞർക്ക് ഒരിക്കലും സാധിച്ചില്ല. പ്രിയമുള്ളവരെ, പലപ്പോഴും നമുക്കും ഇതുപോലെ ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. അവൻ്റെ വരവ് എപ്രകാരമാണെന്ന് നിയമപുസ്തകങ്ങളിലൂടെയും അതുപോലെ ദൈവവചനത്തിലൂടെയെല്ലാം നമ്മുടെ മുമ്പിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും കാലത്തിൻ്റെ അടയാളങ്ങൾ വ്യാഖ്യാനിക്കുവാൻ പലപ്പോഴും നമുക്കും സാധിക്കാറില്ല. കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുമ്പ് എന്തെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്, അത് എപ്രകാരമായിരിക്കും നമ്മുടെ ഇടയിലേക്ക് കടന്നു വരിക, അതുകൊണ്ട് നാം എല്ലാവരും ജാഗരൂകരായിരിക്കണം, എപ്പോഴും തയ്യാറായിരിക്കണം എന്നെല്ലാം
ദൈവവചനം നമ്മോട് പറയുമ്പോഴും നമ്മൾ അതിന് കൂടുതൽ ചെവി കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കില്ല. നമുക്ക് തോന്നിയ രീതിയിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകുന്നു. അതേസമയം നമ്മൾ എപ്രകാരമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി തയ്യാറെടുക്കുന്നത്? നമ്മോട് തന്നെ കൃത്യമായിട്ടൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ഇതുവരെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് മുന്നിൽ കണ്ട് ജീവിച്ചിട്ടുണ്ടോ? കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് ഒത്തിരിയായി ദൈവവചനം നമ്മുടെ മുമ്പിലേക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ ദൈവവചനത്തിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം കേട്ടിട്ടും ഈ നാൾ വരെ ഞാൻ കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനു വേണ്ടി എന്നെ തന്നെ ഒരുക്കിയിട്ടുണ്ടോ? പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് ദൈവജന ജീവിതത്തിലും സംഭവിച്ചത്. അവർക്ക് രക്ഷകൻ വരുമെന്നറിയാം, രക്ഷകന് മുമ്പ് ഏലിയ പ്രവാചകൻ കടന്നു വരുമെന്നറിയാം. പക്ഷേ അതിനു വേണ്ടി സ്വയം തയ്യാറെടുക്കുവാൻ അവർക്ക് സാധിച്ചില്ല. രക്ഷകൻ എപ്രകാരമായിരിക്കും കടന്നു വരുന്നത് അതിനുള്ള എല്ലാ സൂചനകളും പഴയ നിയമ പുസ്തകത്തിലുണ്ട്. പക്ഷേ അതെല്ലാം അറിഞ്ഞിട്ടും അതിനു വേണ്ടി തയ്യാറാകാതെ അല്ലെങ്കിൽ സ്വയം ഒരുങ്ങാതെ നിൽക്കുന്നവരായിരുന്നു നിയമജനം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം അത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. പക്ഷേ അതിനു വേണ്ടി ഒന്ന് ഒരുങ്ങുവാൻ പോലും തയ്യാറാകാത്ത വ്യക്തികൾ. പ്രിയമുള്ളവരെ, ഇന്ന് ഈ ദീപാവലിയെ സംബന്ധിക്കുമ്പോൾ എൻ്റെ മനോഭാവം എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കർത്താവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും അവിടുത്തെ വരവിനെക്കുറിച്ചും കൂടുതലായിട്ട് ഞാൻ അറിയുകയും അതുപോലെ തന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വായിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും എന്തുകൊണ്ടായിരിക്കാം ഞാൻ ഇതുവരെ അതിന് തയ്യാറെടുക്കാത്തത്? ഒരുപക്ഷേ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കൈകൾ പൊക്കുമായിരിക്കും. പക്ഷേ ആദ്യം ആർക്ക് പോകണം എന്ന് ചോദിച്ചാൽ പലപ്പോഴും കൈകൾ ഉയർത്തുവാൻ ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവർക്കും ആഗ്രഹമുണ്ട് സ്വർഗത്തിൽ പോകണം. പക്ഷേ ആദ്യം ആർക്ക് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൈകൾ ഉയർത്തില്ല. കാരണം കൈകൾ ഉയർത്തിയ ആദ്യം മരിച്ചു പോകേണ്ട വ്യക്തി ഞാനായിരിക്കും. ആ ഒരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ ആർക്കും ആദ്യത്തെ വ്യക്തിയാകണം എന്നില്ല. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ ആഗമനം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ വേണ്ട എന്നൊരു ചിന്താഗതിയാണ് പലപ്പോഴും നമുക്കുള്ളത്. അതുകൊണ്ട് ഇന്ന് ഈ ദീപാവലിയിലായിരിക്കുമ്പോൾ കർത്താവ് നൽകുന്ന അടയാളങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റേതായിട്ട് ജീവിക്കുവാനും അവിടുത്തെ വരവിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.